നമ്മൾ ഇന്ത്യയിലെ കോടതി സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള വാക്കുകൾ പല അവസരങ്ങളിലും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ കോടതികളെക്കുറിച്ച് തന്നെ മുൻസിഫ് കോടതി, ജില്ലാ കോടതി, സെഷൻസ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ അവിടേക്കുള്ള ജഡ്ജിമാരെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ജില്ലാ ജഡ്ജി, സെഷൻസ് ജഡ്ജി, സിവിൽ ജഡ്ജി, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, ചീഫ് ജസ്റ്റിസ് ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കുമ്പോൾ ഈ ഓരോ കോടതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇവയുടെയൊക്കെ അധികാരത്തിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള പല സംശയങ്ങളും നമ്മുടെ ഉള്ളിൽ തോന്നാറുണ്ട്. സോ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഇന്ത്യയുടെ കോടതി സംവിധാനത്തിൻ്റെ ഒരു ഹയരാർക്കി എന്താണ്, ആ ഒരു ഹയരാർക്കിയിൽ ഈ ഓരോ കോടതികളും ഈ അധികാര സ്ഥാനങ്ങളും എവിടെയൊക്കെയാണ് വരുന്നത് മുതലായ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ നമ്മൾ ഈ ഇന്ത്യൻ കോർട്ട് സംവിധാനത്തിൻ്റെ ആ ഒരു ഹയറാർക്കി സിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും താഴെ വരുന്നതാണ് നമ്മൾ ലോവർ കോർട്ടുകൾ എന്ന് വിളിക്കുന്നത്. ഈ ലോവർ കോർട്ടുകളിൽ സിവിൽ കേസുകൾ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ലോവർ കോർട്ടുകളിൽ പ്രധാനമായിട്ടും രണ്ട് തരം കോർട്ടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലൊന്നാമത്തേത് നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് മുൻസിഫ് കോടതി എന്ന് പറയുന്നത്. ഒരു മുൻസിഫ് കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ നോക്കുകയാണെങ്കിൽ രണ്ടോ അതിലധികമോ താലൂക്കുകൾ, അതുപോലെ തന്നെ ചില വില്ലേജുകൾ ഇതിനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു മുൻസിഫ് കോടതിയുടെ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഏകദേശം 1 ലക്ഷം രൂപയൊക്കെ വരെ വരുന്ന ഡിസ്പ്യൂട്ടുകളാണ് ഈ മുൻസിഫ് കോടതികൾ സാധാരണയായിട്ട് പരിഗണിക്കാറുള്ളത്. ഇനി ഈ ലോവർ കോർട്ടുകളിൽ രണ്ടാമത് കാണുന്ന കോർട്ട് എന്ന് പറയുന്നതാണ് കോർട്ട് ഓഫ് സ്മോൾ കോസസ് എന്ന് പറയുന്നത്. ഇത് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ വലിയ വലിയ മെട്രോ നഗരങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് കേസുകൾ ഉള്ളതുകൊണ്ട് അതിലെ ചെറിയ കേസുകളെ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോടതികളെയാണ് ഈ കോർട്ട് ഓഫ് സ്മോൾ കോസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സിവിൽ കേസുകളുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ഭൂരിഭാഗം കേസുകളും ആദ്യം എത്തുന്നത് ഇത്തരത്തിലുള്ള മുൻസിഫ് കോടതികളിലാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനെയാണ് നമ്മളൊരു ലോവർ കോർട്ടുകൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ വരുന്ന കോടതികളെയാണ് നമ്മൾ സബോർഡിനേറ്റ് കോർട്ടുകൾ എന്ന് പറയുന്നത്. സബ് കോടതികൾ എന്നും നമ്മളിതിനെ ചുരുക്കി പറയാറുണ്ട്. അപ്പോൾ ഈ സബോർഡിനേറ്റ് കോടതികളുടെ ഒരു ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു ജില്ലയ്ക്കുള്ളിൽ വരുന്ന സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഈ സബോർഡിനേറ്റ് കോടതികളുടെ ആ ഒരു ഹയരാർക്കി മനസ്സിലാക്കുമ്പോൾ നമ്മൾ വിവിധ രീതികളിലാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആദ്യത്തേത് സിവിൽ കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യം വരുന്നത് ക്ലാസ് 2 സിവിൽ ജഡ്ജിൻ്റെ കോടതിയാണ്. കോർട്ട് ഓഫ് സിവിൽ ജഡ്ജ് ക്ലാസ് 2 എന്നാണ് പറയുന്നത്. ഇനി അതിന് മുകളിൽ വരുന്നതാണ് ക്ലാസ് 1 സിവിൽ ജഡ്ജിൻ്റെ കോടതി. ഇനി അതിൻ്റെ മുകളിൽ വരുന്നതാണ് അസിസ്റ്റൻറ്റ് ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ കോടതി. അതിൻ്റെ മുകളിൽ വരുന്നത് അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ കോടതി. ഇനി സബോർഡിനേറ്റ് കോടതികളിൽ സിവിൽ കേസുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും ഉയർന്ന കോടതി എന്ന് പറയുന്നതാണ് കോർട്ട് ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജ് അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിൻ്റെ കോടതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഹൈറാർക്കി തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ, അതുപോലെ തന്നെ അവർ പരിഗണിക്കുന്ന കേസ് ഇതൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ്. ഇപ്പോൾ ആദ്യം വരുന്ന ജഡ്ജിമാരുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഒരു 10 ലക്ഷം രൂപയൊക്കെ വില വരുന്ന കേസുകളാണ് അവർ പരിഗണിക്കുന്നത്. അതിന് മുകളിലേക്ക് ജില്ലാ ജഡ്ജ് അല്ലെങ്കിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെയൊക്കെ അടുത്തേക്ക് വരുമ്പോൾ 10 ലക്ഷത്തിന് മുകളിലേക്ക് വരുന്ന കേസുകളൊക്കെയാണ് അവർ പരിഗണിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് സിവിൽ കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സബ് കോടതികളുടെ ഒരു ഹൈറാർക്കി എന്ന് പറയുന്നത്. ഇനി ഇതേ സമയം ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സബോർഡിനേറ്റ് കോടതിയിലെ ഹൈറാർക്കി എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആദ്യം വരുന്ന കോടതി എന്ന് പറയുന്നത് കോർട്ട് ഓഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ക്ലാസ് 2 ആണ് എന്ന് കാണാം, അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ കോടതി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി അതിൻ്റെ മുകളിൽ വരുന്നതാണ് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ കോടതി. അപ്പോൾ കേരളം പോലെയുള്ള നമ്മുടെ സംസ്ഥാനങ്ങളിൽ ഈ സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഒരുപാട് കാണാൻ സാധിക്കില്ല. കൂടുതലും കാണുന്നത് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ കോടതിയാണെന്ന് കാണാം. അപ്പോൾ ഇവിടെ സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ കോടതിയിൽ 1 വർഷം വരെ തടവ് കൊടുക്കാവുന്ന കേസുകളാണ് പരിഗണിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ അത് 3 വർഷം വരെ തടവ് കൊടുക്കാവുന്ന കേസുകളാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ലോവർ കോടതി മുൻസിഫ് കോടതിയിലൊന്നും ക്രിമിനൽ കേസുകൾ പരിഗണിക്കാത്തതുകൊണ്ട് പോലീസ് ഒരു ക്രിമിനൽ കേസ് ചാർജ് ചെയ്യുമ്പോൾ അത് ആദ്യം വരുന്നത് ഈ സെക്കൻഡ് ക്ലാസ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ കോടതിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഈ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ കോടതിക്ക് മുകളിൽ വരുന്നതാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ കോടതി എന്ന് പറയുന്നത്. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസുകളാണ് അവിടെ പരിഗണിക്കുന്നത് എന്ന് കാണാം. ഇനി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുകളിൽ വരുന്നതാണ് അസിസ്റ്റൻറ്റ് സെഷൻസ് ജഡ്ജിൻ്റെ കോടതി എന്ന് പറയുന്നത്. അതിന് മുകളിൽ അഡീഷണൽ സെഷൻസ് ജഡ്ജിൻ്റെ കോടതി. ഇനി ഈ ക്രിമിനൽ ലോയുടെ അല്ലെങ്കിൽ ക്രിമിനൽ കേസുകളുടെ ആ ഒരു ഹൈറാർക്കിയിൽ സബോർഡിനേറ്റ് കോടതികളിൽ ഏറ്റവും മുകളിൽ വരുന്നതാണ് സെഷൻസ് ജഡ്ജിൻ്റെ കോടതി അല്ലെങ്കിൽ കോർട്ട് ഓഫ് സെഷൻസ് ജഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡീഷണൽ സെഷൻസ് ജഡ്ജ് പോലെയുള്ളവരുടെ കോടതികൾക്കാണ് വധശിക്ഷ പോലെയുള്ള വലിയ ശിക്ഷകൾ നടപ്പിലാക്കാനുള്ള അധികാരമുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിലാണ് ക്രിമിനൽ കേസുകളിൽ സബോർഡിനേറ്റ് കോടതികളുടെ ആ ഒരു ഹൈറാർക്കി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ മനസ്സിലായി കാണും.
പക്ഷേ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് കുറേയധികം ജഡ്ജിമാർ അവരുടെ കോടതി, ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് കുറേ ജഡ്ജിമാർ അവരുടെ കോടതി, അങ്ങനെയല്ല, ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ന്യായാധിപൻ, അദ്ദേഹം ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ റാങ്കിലുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. ഭൂരിഭാഗം സമയങ്ങളിൽ നമ്മൾ കാണുന്നത് ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് എന്നാണ്. അദ്ദേഹം ഒരു സിവിൽ കേസാണ് പരിഗണിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ കോടതി കോർട്ട് ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജ് ആയിരിക്കും, ജില്ലാ ജഡ്ജിയുടെ കോടതിയായിരിക്കും. അദ്ദേഹം ഒരു ക്രിമിനൽ കേസാണ് പരിഗണിക്കുന്നത് എങ്കിൽ അത് സെഷൻസ് ജഡ്ജിൻ്റെ കോടതി അല്ലെങ്കിൽ സെഷൻസ് കോടതി എന്നായിരിക്കും നമ്മൾ പറയുക. അപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുറേ പേരെ ജഡ്ജ് എന്നാണ് വിളിക്കുന്നത്, കുറേ പേരെ മജിസ്ട്രേറ്റ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് ഈ ജഡ്ജും മജിസ്ട്രേറ്റും തമ്മിലുള്ള വ്യത്യാസം? അപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്നും ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും. ജഡ്ജിമാരെന്ന് പറയുന്നത് അതിനകത്ത് ഭൂരിഭാഗം ആളുകളും സിവിൽ കേസുകളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സീനിയർ ആയിട്ടുള്ള ജഡ്ജിമാർ ക്രിമിനൽ കേസുകളും ഹാൻഡിൽ ചെയ്യാറുണ്ട്. എന്നാൽ മജിസ്ട്രേറ്റുമാരെ സംബന്ധിച്ചിടത്തോളം അവർ ക്രിമിനൽ കേസുകൾ മാത്രമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സബോർഡിനേറ്റ് കോർട്ടുകളിൽ ആ ക്രിമിനൽ കേസുകളുടെ ഹൈറാർക്കി പരിശോധിക്കുമ്പോൾ മജിസ്ട്രേറ്റുമാരുടെ കോടതികളെ നമ്മൾ മജിസ്ട്രേറ്റ് കോടതികളെന്ന് വിളിക്കും. കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള കോടതികളിലേക്ക് പോകുമ്പോൾ നമ്മളതിനെ സെഷൻസ് കോടതികൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റുമാരുടെയും അതുപോലെ തന്നെ ജഡ്ജിമാരുടെയും ഇടയിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ജഡ്ജിമാർക്ക് മജിസ്ട്രേറ്റുമാരെക്കാൾ കൂടുതൽ അധികാരമുണ്ട് എന്ന് നമുക്ക് കാണാം. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ വധശിക്ഷ പോലെയുള്ള വലിയ ശിക്ഷകൾ വിധിക്കുന്നതിനുള്ള അധികാരം ഇവിടെ ജഡ്ജിമാർക്കാണ്, അത് മജിസ്ട്രേറ്റുമാർക്ക് ഇല്ല എന്നുള്ളത് തിരിച്ചറിയാം. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ പറയുകയാണ്, വധശിക്ഷ ഈ സെഷൻസ് ജഡ്ജിമാർക്ക് വധശിക്ഷ വിധിക്കാനുള്ള അധികാരമുണ്ട് എങ്കിലും അത് ഹൈക്കോടതിയുടെ അപ്രൂവലോടുകൂടി മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ തിരിച്ചറിയാം. അപ്പോൾ ഇതാണ് സിവിൽ കേസുകളും ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ടിട്ട് ഈ സബോർഡിനേറ്റ് കോടതിയിലെ ഒരു ഹയരാർക്കി എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, മറ്റു ചില കോടതികളും ഇവിടെ ഉണ്ടെന്ന് നമുക്ക് കാണാം. അതിൽ ആദ്യത്തേതാണ് ലാൻഡ് റവന്യൂ കോർട്ട് അല്ലെങ്കിൽ റവന്യൂ കോടതികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ലാൻഡ് റവന്യൂ ഡിസ്പ്യൂട്ടുകൾ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നത് ഈ റവന്യൂ കോടതിയാണ് എന്ന് കാണാം. ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും, അതൊരു സിവിൽ ഡിസ്പ്യൂട്ടല്ലേ, അപ്പോൾ സിവിൽ കോടതികൾക്ക് പരിഹരിക്കാൻ പാടില്ലേ എന്ന് തോന്നും. എന്നാൽ ചില പ്രത്യേക കാര്യങ്ങൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലാൻഡ് റവന്യൂ ഡിസ്പ്യൂട്ട്, അതുപോലെ തന്നെ കൃഷിഭൂമികളുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ലാൻഡ് റെക്കോർഡുകളുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്പ്യൂട്ട്, ഇത്തരത്തിലുള്ള ചില പ്രത്യേക കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് റവന്യൂ കോർട്ട് അല്ലെങ്കിൽ റവന്യൂ കോടതി എന്ന് പറഞ്ഞൊരു പ്രത്യേക കോടതി സംവിധാനം തന്നെ നമുക്ക് കാണാം. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സാധാരണ സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും ഈ റവന്യൂ കോടതിക്ക് ഉണ്ടായിരിക്കില്ല. ഇത് കുറച്ചുകൂടി ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി എന്നാണ് പറയുന്നത്. കാരണം ഈ റവന്യൂ കോടതികളിൽ കാര്യങ്ങൾ പ്രൊസൈഡ് ചെയ്യുന്നത് ജഡ്ജിമാരല്ല, മറിച്ച് സിവിൽ സർവൻസ് ആണെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തഹസിൽദാർമാർ, അതുപോലെ തന്നെ RDOമാർ, ജില്ലാ കളക്ടർമാർ, ഇങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ പ്രൊസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനൊരു ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് വിളിക്കുന്നതും അതുപോലെ തന്നെ ഈ കോടതികളുടെ അധികാരം ലിമിറ്റ് ചെയ്തിരിക്കുന്നതും. ഇനി ഇവിടുത്തെ ഏറ്റവും ഉയർന്ന ബോഡി എന്ന് പറയുന്നത് ബോർഡ് ഓഫ് റവന്യൂ ബോർഡാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഈ സബ് കോടതികളിൽ തന്നെ വരുന്ന മറ്റ് ചില കോടതികളും കൂടെയുണ്ട്. അതിലൊന്നാമത്തേതാണ് സ്പെഷ്യൽ കോടതികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില പ്രത്യേക തരത്തിലുള്ള കേസുകൾ പരിഹരിക്കണമെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള എക്സ്പെർട്ടൈസും സ്പെഷ്യൽ എൻവയോൺമെൻ്റ് ഒക്കെ വേണ്ടി വരും. അതുപോലെ തന്നെ ചില കേസുകൾ പെട്ടെന്ന് പരിഹരിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ സെക്ഷൽ ഒഫൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോക്സോ കേസുകളൊക്കെ പെട്ടെന്ന് വിധി പറയേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലാണ് ഈ സ്പെഷ്യൽ കോർട്ടുകൾ വരുന്നത്. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഫാമിലി കോർട്ട്, കുടുംബ കോടതി, കൺസ്യൂമർ കോർട്ട്, അതുപോലെ തന്നെ ലേബർ കോർട്ട്, ഇങ്ങനെയുള്ള കോടതികളൊക്കെ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ കോർട്ടുകളുടെ കീഴിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റ് ട്രാക്ക് കോടതി, ഈ പറഞ്ഞിട്ടുള്ള പോക്സോ കേസുകളൊക്കെ ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും ഫാസ്റ്റ് ട്രാക്ക് കോർട്ടുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരം കോടതികളെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ സ്പെഷ്യൽ കോർട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ കോർട്ടുകളും ഈ സബ് കോടതികളുടെ പാരലായിട്ട് തന്നെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇതുപോലെ തന്നെ ഈ സബ് കോടതികൾക്ക് പാരലായിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് ട്രൈബ്യൂണലുകൾ എന്ന് പറയുന്നത്. ട്രൈബ്യൂണലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. ഇവിടെയും ഒരു കോടതിയുടേതായിട്ടുള്ള മുഴുവൻ അധികാരവുമില്ല, ചില അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, അതുപോലെ തന്നെ പാരിസ്ഥിതിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എൻവയോൺമെൻറ്റൽ ട്രൈബ്യൂണൽ, ടാക്സേഷൻ ട്രൈബ്യൂണൽ, ഇങ്ങനെ പലതരത്തിലുള്ള ട്രൈബ്യൂണലുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതെല്ലാം ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ സബ് കോടതികളുടെ അതേ ലെവലിൽ തന്നെയാണ് ഇവയും വരുന്നത്. അപ്പോൾ ഇതാണ് സബോർഡിനേറ്റ് കോടതികളും അതിനകത്തെ വിവിധങ്ങളായിട്ടുള്ള ടേമുകളും അവരുടെ അധികാരങ്ങളും എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇത്തരത്തിലുള്ള സബോർഡിനേറ്റ് കോടതികൾക്ക് മുകളിൽ വരുന്ന അടുത്ത ലെവൽ ഓഫ് കോടതിയാണ് നമ്മുടെ ഹൈക്കോടതികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഭരണഘടന നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 214 മുതൽ 231 വരെയാണ് ഹൈക്കോടതികളെക്കുറിച്ച് പറയുന്നത്. അവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ഒരു ഹൈക്കോടതി ഉണ്ടാവണം.
അതുപോലെ തന്നെ മറ്റൊരു കാര്യവും പറയുന്നുണ്ട്, ഒരു ഹൈക്കോടതിക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെയോ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയോ മുകളിൽ അധികാരമുണ്ടാവാമെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ കേരള ഹൈക്കോടതിക്ക് കേരള സംസ്ഥാനത്തിന് മുകളിൽ മാത്രമല്ല, നമ്മുടെ അടുത്ത് കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ലക്ഷദ്വീപിന് മുകളിലും അവരുടെ ഒരു ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് ഇന്ത്യയിൽ നിലവിൽ 25 ഹൈക്കോടതികളാണുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഈ ഹൈക്കോടതിയിലുള്ളവരും ജഡ്ജിമാർ തന്നെയാണെന്ന് നമുക്ക് കാണാം. പക്ഷേ നമ്മൾ അവരെ അഭിസംബോധന ചെയ്യുമ്പോൾ ജസ്റ്റിസ് എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ എല്ലാ ഹൈക്കോടതികളിലെയും ഏറ്റവും ഉയർന്ന ന്യായാധിപൻ എന്ന് പറയുന്നത് അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആണ് എന്ന് കാണാം. എല്ലാ ഹൈക്കോടതിക്കും ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ഹൈക്കോടതികളുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. കീഴ്ക്കോടതികളുടെ എല്ലാ അധികാരവും ഹൈക്കോടതികൾക്കുണ്ട്. എന്നാൽ ഹൈക്കോടതികൾക്ക് മാത്രമായിട്ടുള്ള ചില അധികാരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഴുവൻ അല്ലെങ്കിൽ ഒന്നിലധികം സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഒക്കെ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ മുഴുവൻ ഹൈക്കോടതികൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അതിനെതിരെ റിട്ട് ഹർജികൾ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നത് ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലും മാത്രമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി അതുപോലെ തന്നെ ഹൈക്കോടതിക്ക് ചില കാര്യങ്ങളിൽ സ്വമേധയാ കേസെടുക്കാൻ വേണ്ടി സാധിക്കും. ആരും പെറ്റീഷനോ കേസുകളോ ഒന്നും സമർപ്പിച്ചിട്ടില്ല എങ്കിലും സുവോ മോട്ടോ കോഗ്നിസൻസ് സ്വമേധയാ കേസെടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി അതുപോലെ തന്നെ ഹൈക്കോടതിക്ക് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു അധികാരമുണ്ട്. അതായത് ഗവൺമെൻറ്റുകൾ എന്തെങ്കിലും നിയമങ്ങളോ ചട്ടങ്ങളോ ഒക്കെ മുന്നോട്ട് വെക്കുമ്പോൾ അതിനകത്ത് ഭരണഘടനയെ ലംഘിക്കുന്ന രീതിയിലുള്ള അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരം നിയമങ്ങളൊക്കെ അസാധുവാക്കുന്നതിനുള്ള ഒരു അധികാരം ഹൈക്കോടതിക്ക് ഉണ്ടെന്ന് കാണാം. ഇനി അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഇതൊക്കെ ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് മുന്നോട്ട് വരുമ്പോൾ അത്തരം കാര്യങ്ങളും പരിഗണിക്കുന്നത് ഹൈക്കോടതിയാണെന്ന് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള അധികാരങ്ങൾ ഹൈക്കോടതികൾക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ഈ ഹൈക്കോടതികൾക്കെല്ലാം മുകളിൽ വരുന്ന ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ജുഡീഷ്യൽ അതോറിറ്റി അല്ലെങ്കിൽ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം എന്ന് പറയുന്നതാണ് നമ്മുടെ സുപ്രീം കോടതി എന്ന് പറയുന്നത്. എല്ലാ കോടതികൾക്കും മുകളിൽ വരുന്നത് കൊണ്ട് സുപ്രീം കോടതിയെ നമ്മൾ അപ്പെക്സ് കോർട്ട് ഓഫ് ഇന്ത്യ എന്നും പറയാറുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 124 മുതൽ 147 വരെയാണ് സുപ്രീം കോടതിയെക്കുറിച്ച് പറയുന്നത്. സുപ്രീം കോടതിയിലും ജഡ്ജിമാർ തന്നെയാണുള്ളത്. ഈ ജഡ്ജിമാരെ നമ്മൾ ജസ്റ്റിസ് എന്ന് അഭിസംബോധന ചെയ്യാറുണ്ട്. ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഏറ്റവും പരമോന്നതമായിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നതാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ ഈ വീഡിയോ കാണുന്നവരിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആരാണ് എന്നറിയാവുന്നവർ ആ പേരൊന്ന് കമൻറ്റ് ചെയ്യുക. അറിയാൻ പാടില്ലാത്തവർക്ക് അതൊരു പുതിയ അറിവായിക്കൊള്ളട്ടെ. ഇനി അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ എങ്ങനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസിനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് മുതലായ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ലിങ്കും കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. കീഴ്ക്കോടതികൾക്കും ഹൈക്കോടതിക്കുമുള്ള എല്ലാ അധികാരങ്ങളും സുപ്രീം കോടതിക്കുമുണ്ട്. എന്നാൽ സ്പെഷ്യലായിട്ടുള്ള ചില അധികാരങ്ങളുണ്ടെന്ന് കാണാം. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ മുഴുവൻ ടെറിട്ടറിക്കും മുകളിലുള്ള ഒരു ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോടതിക്ക് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിലും അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരിനും ഇടയിലുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ അത്തരം ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കുന്നത് നമ്മുടെ സുപ്രീം കോടതിയാണ്. ഇനി സുപ്രീം കോടതിയുടെ മറ്റൊരു ജൂറിസ്ഡിക്ഷനാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇന്ത്യൻ പ്രസിഡന്റിന് ലീഗലായിട്ടുള്ള അഡ്വൈസസ് കൊടുക്കാൻ സുപ്രീം കോടതിക്ക് സാധിക്കും. ഇനി സുപ്രീം കോടതിക്ക് മാത്രമുള്ള മറ്റൊരു അധികാരമാണ് ഇന്ത്യൻ പ്രസിഡന്റ് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഇവരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ അവിടെ ഡിസിഷൻ എടുക്കുന്നത് സുപ്രീം കോടതിയാണെന്ന് കാണാം. ഇനി സുപ്രീം കോടതിക്ക് സ്വന്തം വിധിയെ റിവ്യൂ ചെയ്യുന്നതിനുള്ള പുനഃപരിശോധിക്കുന്നതിനുള്ളൊരു അധികാരമുണ്ട്. സുപ്രീം കോടതി തന്നെ പണ്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള പല വിധികളെയും പുനഃപരിശോധിച്ച് മാറ്റങ്ങൾ വരുന്നതൊക്കെ വാർത്തകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെയാണ് സ്വന്തം വിധിയെ പുനഃപരിശോധിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസിനെ മറ്റൊരു ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഉണ്ടെന്ന് കാണാം. ഇനി സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അധികാരം എന്ന് പറയുന്നത് സുപ്രീം കോടതി മുന്നോട്ട് വെക്കുന്ന വിധികൾ ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും ബൈൻഡിങ് ആണ് അല്ലെങ്കിൽ ബാധകമാണ് എന്ന് കാണാം. പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനൊക്കെ ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാകുമ്പോൾ അതിനകത്തൊരു ഫൈനൽ വേർഡ് എപ്പോഴും മുന്നോട്ട് വെക്കുന്നത് സുപ്രീം കോടതിയാണ് എന്ന് കാണാം. അതെല്ലാവർക്കും ബൈൻഡിങ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വിശേഷങ്ങളായിട്ടുള്ള അധികാരങ്ങൾ സുപ്രീം കോടതിക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ലോവർ കോർട്ടുകൾ മുതൽ സബോർഡിനേറ്റ് കോർട്ടിലൂടെ ഹൈക്കോടതി സുപ്രീം കോടതി മുതലായ രീതിയിൽ ഇന്ത്യയിലെ കോടതി സംവിധാനത്തിൻ്റെ ഒരു ഹൈറാർക്കിയൽ സിസ്റ്റം നിലനിൽക്കുന്നത് എന്നും ഈ രീതിയിലുള്ള ഈ ഹൈറാർക്കിയൽ സിസ്റ്റത്തിൽ ഓരോ കോടതികൾ എവിടെയാണ് വരുന്നത്, ഓരോ അധികാര സ്ഥാനങ്ങൾ എവിടെയാണ് വരുന്നത്, അവരുടെയൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ഇന്നത്തെ ഈ വീഡിയോയെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി മറക്കരുത്. ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല ടോപ്പിക്സുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.